പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു അനാമികേനോട് പറയുന്നുണ്ടായിരുന്നല്ലോ അനന്തപുരിയുടെ ഗേറ്റ് കിടക്കാനുള്ള യോഗ്യത തനിക്കുണ്ടോയെന്ന്. അപ്പോൾ അനാമിക അത് തിരിച്ചു പറയാണ് കേട്ടോ. അങ്ങനെ യോഗ്യത അവിടെ പലർക്കും ഇല്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ശരിയാണ്, എൻ്റെ ചേച്ചിമാർക്കും അതിനുള്ള യോഗ്യതയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അവർ അവിടേക്ക് വന്ന ശേഷം അവിടെയുള്ളവരെയൊക്കെ സ്നേഹം കൊണ്ടാണ് കീഴ്പ്പെടുത്തിയത് എന്ന് പറയും. നീ എന്തിനാ അവിടെ പിടിച്ച് നിൽക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കടത്തിൽ മുങ്ങി നിൽക്കുകയാണല്ലോ നിങ്ങൾ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അനന്തപുരിക്കാർ ആത്മാഭിമാനമുള്ളവരായതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് സഹായിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നീ അവിടെ പിടിച്ച് നിൽക്കുന്നത്. നിങ്ങളുടെ കടമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് നന്ദു പറയുന്നുണ്ട്. പിന്നീട് വേണുവിനോട് പറയുന്നുണ്ടായിരുന്നു, താൻ ഇങ്ങനെ പോകാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ ശരിക്കും നീ ഇരുന്നുണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദു അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നീട് രേവതിക്കാണെങ്കിലും അനാമികയുടെ കവളത്തെ ആ പാട് കണ്ടിട്ട് ഭയങ്കര സങ്കടം. മോളുടെ കവളത്തെ പാട് കണ്ടോ, നിങ്ങൾക്ക് നോക്കി നിൽക്കാനല്ലേ കഴിഞ്ഞുള്ളൂ, അവൾ മോളുടെ കരണത്തടിച്ചപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇത് ഞാനങ്ങനെ വെറുതെ വിട്ടു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവൾ എന്നെ അടിച്ചതിന് ഞാൻ പകരം വീട്ടുമെന്നാണ് പറയുന്നത്. പിന്നീട് നവ്യാണെങ്കിലും ആകെ ദേഷ്യത്തിലിരിക്കുകയാണ് കേട്ടോ അബി റൂമിലേക്ക് വരുമ്പോൾ. അപ്പോൾ അബി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവൾ ആകെ അടഞ്ഞിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ എന്താവും അടുത്ത പ്രശ്നം എന്ന് കേട്ടോ. അബിക്കൊരു ടെൻഷനാണ്. എന്നിട്ട് അബി റൂമിലേക്ക് വരുമ്പോൾ തന്നെ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ ഇന്ന് നിൻ്റെ അമ്മയും അതുപോലെ തന്നെ ഇളയമ്മയും ഉണ്ടാക്കിയ കറിയൊക്കെ മോശമാണെന്ന് പറഞ്ഞിട്ട് നിൻ്റെ വല്യമ്മായി ഉണ്ടാക്കിയ കറിക്കാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞത് എന്തിനാന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ തന്നെയല്ലേ, അവരെയൊക്കെ ഇനി പിണക്കാൻ പറ്റില്ല, അവരെയൊക്കെ അനുകൂലിച്ച് നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നവിക്ക് ആകെ ദേഷ്യമാണ്, നിൻ്റെ ഏട്ടൻ MD ആണെന്ന് വെച്ച് നീ ഇങ്ങനെ അവരുടെ മുന്നിലൊന്നും തല കുനിച്ച് നിൽക്കേണ്ട കാര്യമില്ല, ഉള്ളതുപോലെ പറയണമെന്ന് പറയട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, അമ്മയും ഇളയമ്മയും ഉണ്ടാക്കിയ കറിയേക്കാളും നല്ല ടേസ്റ്റ് ദൈവമായി ഉണ്ടാക്കിയ കറിക്ക് തന്നെയാണെന്ന് പറയൂ കേട്ടോ. നീ അത് കഴിച്ചു നോക്കിയിട്ടില്ലായിരുന്നല്ലോ, അതുതന്നെയാണ് ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ഈ വീടിൻ്റെ സാഹചര്യത്തിൽ നീ അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറയൂ കേട്ടോ. ഈ വീട്ടിൽ 2 അടുപ്പുണ്ടായത് തന്നെ എന്താ കാരണം എന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അബി നവ്യനോട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ആരുടെ ഭാഗത്തും നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അനാമിക വിചാരിച്ചാലേ സാധിക്കുള്ളൂ, അവൾ അതിന് തന്നെയാണ് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുത്ത് നമ്മൾ കൂടെ നിൽക്കുകയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അതിനൊന്നും ഒരു താല്പര്യം ഇല്ല എന്ന് കേട്ടോ. അപ്പോൾ അബി എന്തായാലും അനാമികയ്ക്ക് സപ്പോർട്ട് കൊടുത്ത് പിന്നീട് കളിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് നവ്യനോട് പറയുന്നുണ്ട്. പിന്നീട് വേണു അനാമികയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. അനാമിക വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അനിയുടെ അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ എന്നെ അവൾ കരണത്തടിച്ച പാടും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. എന്നിട്ട് അനിയുടെ മുത്തശ്ശനെ എന്തായാലും നന്ദു അനിയും തമ്മിലുള്ള ആ വീഡിയോ കാണിക്കാൻ അനിയുടെ അമ്മ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ അത് തന്നെ വേണമെന്ന് രേവതിയും വേണുവൊക്കെ പറയാണ്. അനന്തമൂർത്തി എന്തായാലും ആ വീഡിയോ കാണണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കണ്ടിട്ട് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ അങ്ങ് വന്നോട്ടെ, അയാൾക്ക് വലിയൊരു അസുഖം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ അങ്ങ് വന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും അവിടെ ജീവിക്കാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ അനാമിക പറയുന്നത്. അപ്പോൾ അത് മുത്തശ്ശനെ കാണിക്കുമെന്ന് ജാനകി പറഞ്ഞതാണ് അനാമികയ്ക്ക് വലിയൊരു സന്തോഷമായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മുത്തശ്ശനെ ആ വീഡിയോ അമ്മ കാണിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടാലും ഇനിയിപ്പോൾ അനാമികേനെ അവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ അവർ തക്കതായിട്ടുള്ള പാരിതോഷികമൊക്കെ കൊടുക്കുമല്ലോ. കല്യാണം കഴിഞ്ഞ് മക്കൾ ബന്ധം പിരിയുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണു പറയുന്നുണ്ടായിരുന്നു, അവരുടെ ആ സ്വഭാവം വേണം നമ്മൾ ചൂഷണം ചെയ്യാൻ. ഇനിയിപ്പോൾ മോളെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അനന്തമൂർത്തി അയാളുടെ ഭാര്യയും കൂടെ മോൾക്ക് വലിയ പാരിതോഷികമൊക്കെ തരണം എന്നാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും അനിയുടെ അമ്മ ഇപ്പോൾ ആ വീഡിയോ എന്തായാലും മുത്തശ്ശിനെയൊക്കെ കാണിച്ചിട്ടുണ്ടാവും, മോളല്ലല്ലോ കാണിക്കാൻ പോകുന്നത് എന്നും കൂടെ വേണം അതിൻ്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ സമയം മുത്തശ്ശനാണെങ്കിൽ ആ വീഡിയോ കാണുകയാണ് കേട്ടോ. ആ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ജാനകി മുത്തശ്ശൻ കണ്ടിട്ട് മുത്തശ്ശിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി അത് കാണുന്നുണ്ട്. അപ്പോൾ ജാനകി പറയാണ്, ഇതൊക്കെയാണ് അച്ഛൻ്റെ കൊച്ചുമകൻ്റെ പരിപാടികൾ, ഇത് കുറേ കാലമായിട്ട്, ഇപ്പോൾ ഞാൻ കുറേ മാസങ്ങളായിട്ട് ഇതിൻ്റെ പേരിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ ജാനകി പറയുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ അവനെ ഒന്ന് പറഞ്ഞു തിരുത്തണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ഞാൻ അവനോട് നന്നായിട്ടൊന്ന് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനാമികയുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ, അതെന്താ നീ ചൂണ്ടിക്കാണിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അനാമിക മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതിന് കാരണം അനി തന്നെയായിരിക്കും, അവനിങ്ങനെ നടക്കുന്നതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അവളെ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാട്ടോ ജാനകി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ നയനി ആയിരിക്കും ചിലപ്പോൾ, അവൾ ഇങ്ങനെ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും
അവളായിരിക്കും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നയനമോളെ ഇതിലേക്ക് ഇങ്ങനെ പിടിച്ചിടേണ്ട കാര്യമൊന്നുമില്ല, മോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യില്ല എന്ന് പറയട്ടോ. അപ്പോൾ അത് ജാനകിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് എന്തായാലും അനീനെ ഞാൻ ഉപദേശിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ഒരു SI ആണല്ലോ, അപ്പോൾ അവളും കൂടെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് മുത്തശ്ശി അതുപോലെ തന്നെ മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, നന്ദു ഇനിയിപ്പോൾ ഒരു കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ട കുട്ടിയല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അനീനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കാം, ഞാൻ അവനോട് സംസാരിക്കാം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ജാനകിയാണെങ്കിലും അനാമികേനെ സപ്പോർട്ട് ചെയ്താണ് കേട്ടോ മുത്തശ്ശനോടും സംസാരിക്കുന്നത്. അപ്പോൾ അനീനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം, അവനിങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ മുത്തശ്ശനോട് പറഞ്ഞിട്ടാണ് ജാനകി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ മുത്തശ്ശൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു റോഡിൽ ചെക്കിങ്ങിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് വെക്കാതെ വരുന്നവരെയൊക്കെ പിടിച്ച് ഫൈൻ അടയ്ക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അനി അതിലൂടെ വരുന്നിട്ട്. അനീനെ കാണുമ്പോൾ തന്നെ നന്ദുവിന് ആകെ ടെൻഷനാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദു അനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ കാരണം ഞാൻ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇതിൽ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ ഫോൺ വിളിക്കുന്ന സമയത്ത് നീ ആ കോളൊന്ന് അറ്റൻഡ് ചെയ്താൽ മതി, അതുപോലെ തന്നെ എനിക്ക് നിന്നെ കാണാൻ തോന്നുമ്പോൾ കാണാനും പറ്റണം എന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദു പറയാണ്, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നീ വിളിക്കുമ്പോഴൊന്നും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറയുമ്പോൾ, ഏത് സമയവും ഇങ്ങനെ പോലീസുകാരിങ്ങനെ 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കില്ലല്ലോ, അവർക്കും ഉണ്ടാവുമല്ലോ ഒഴിവ് സമയം, അങ്ങനെയുള്ള സമയത്ത് നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറയും കേട്ടോ. നന്ദുവിനാണെങ്കിലും ഇപ്പോൾ അനീനോട് എന്തെങ്കിലും പറയാനും പേടിയാണ് കേട്ടോ, അനി എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതും ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, അനീനെ പിണക്കാൻ പറ്റില്ലല്ലോ എന്ന്. പിന്നീട് അതുപോലെ തന്നെ നന്ദുവിനോട് അനി പറയാണ്, നീ ഇങ്ങനെ ഡ്യൂട്ടിക്കിടയിൽ എന്നെ മറന്നു പോയാലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്, നിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഞാൻ വേണം, നീ എന്നെ എപ്പോഴും ഓർക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നന്ദു പറയാണ്, നമ്മുടെ ആ വീഡിയോസ് എടുത്തത് ഇങ്ങനെ അനാമികയുടെ അച്ഛനാണ്, അതിൻ്റെ പേരിൽ ഞാൻ അവളുടെ വീട്ടിൽ പോയി അവളുടെ കരണത്ത് കൊടുക്കുകയും ചെയ്തു, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, പൊട്ടിത്തെറി ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നീ ചെയ്തായിരുന്നോ, എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത്, എന്നാൽ പിന്നെ ഞാനും കൂടെ വന്നായിരുന്നല്ലോ അവളെ കരണത്തടിക്കുന്നത്, എനിക്കും കാണാമായിരുന്നു, അവൾക്ക് മാത്രം കൊടുത്താൽ പോരായിരുന്നു, അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൊടുക്കണമായിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ വല്ല പൊട്ടിത്തെറി നിൻ്റെ വീട്ടിൽ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ പൊട്ടിത്തെറി ഉണ്ടാവുക ആണെങ്കിൽ ഉണ്ടാവട്ടെ, എന്നിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് പോവട്ടെ, അതുതന്നെയാണ് എനിക്ക് വേണ്ടത്, ഇങ്ങനെ ഒരുത്തിയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിതകാലം മുഴുവൻ എന്നിങ്ങനെ അനി നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നന്ദു ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ നീ ഇവിടെ നിന്ന് പോയി തരണമെങ്കിൽ ഞാൻ നിനക്ക് എന്തെങ്കിലും തരണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പോയി തരാം, പക്ഷേ ഞാൻ ഇവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുകയുള്ളൂ, നിൻ്റെ ഡ്യൂട്ടീനെ തടസ്സപ്പെടുത്താതെ ഞാൻ അവിടെ മാറി നിന്ന് വായി നോക്കിക്കോളാം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നീ പോകാൻ നോക്കുക അനി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അനി പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവിടെ മാറി നിന്ന് വായി നോക്കാടി എന്ന് തന്നെയാണ് കേട്ടോ നന്ദുവിനോട് പറയുന്നത്. എന്നിട്ട് പിന്നെ അനിയാണെങ്കിലും ബൈക്ക് എടുത്ത് കുറച്ച് അങ്ങ് മാറി നിന്നിട്ട് നന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിന് അത് കാണുമ്പോൾ ഒരു വല്ലായ്മയൊക്കെ ആവുന്നുണ്ട്. പിന്നീട് നവ്യ അബിയും സംസാരിക്കുകയാണ് കേട്ടോ. അബീനോട് നവ്യ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്താ പറ്റിയെന്ന് അറിയില്ല, അപ്പോൾ നിന്നെക്കുറിച്ച് ഞാൻ അവരോട് പറയുന്ന സമയത്ത് അവർ നീയാണ് തെറ്റ് ചെയ്തതെന്നുള്ള പോലെയൊക്കെയാണ് എന്നോട് പെരുമാറുന്നത് എന്ന് പറയും. അപ്പോൾ എനിക്കും നല്ല സംശയമുണ്ട്, നീയാണോ ഇനിയിപ്പോൾ പ്രതി എന്നിങ്ങനെ പറയുമ്പോൾ, നീ എന്താ നവ്യ എങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ആദർശനാണെങ്കിലും എന്തോ മന്ത്രവാദം അറിയാമെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരെയും ഇങ്ങനെ മൈക്ക് കയ്യിലെടുക്കുന്നത് എന്നൊക്കെയാണ് വീണ്ടും ഇങ്ങനെ അബി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബിയാണ് തെറ്റ് ചെയ്തതെന്ന് നവ്യയുടെ മുന്നിൽ തുറന്നു പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അബി അങ്ങ് നല്ല പിള്ള ചമയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശ് തെറ്റ് ചെയ്തിട്ടും അനീനെയും ആദർശിനെയും എല്ലാവരും അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ജലജ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങളൊരു കാര്യം അറിഞ്ഞായിരുന്നോ, നന്ദും അനിയും തമ്മിലുള്ള വീഡിയോ ജാനകി മുത്തശ്ശനെ കൊണ്ടുപോയി കാണിച്ചു എന്ന് പറയൂ കേട്ടോ. അച്ഛനെ കൊണ്ടുപോയി കാണിച്ചു എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, അത് മുത്തശ്ശിനെ കാണിച്ചോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കാണിച്ചു, മുത്തശ്ശിയൊക്കെ ആ വീഡിയോ കണ്ടു എന്ന് പറയും കേട്ടോ. എന്തായാലും അച്ഛൻ കണ്ട സ്ഥിതിക്ക് ഇവിടെ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാമെന്ന് ജലജ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏട്ടനെ കണ്ടുപിടിക്കുന്ന അനിയനും തെറ്റുകളുടെ കൂടെ അങ്ങ് സഞ്ചരിക്കുകയാണല്ലോ, അതിനെ ന്യായീകരിച്ചുകൊണ്ടാണല്ലോ ഇവിടെ അച്ഛനും അമ്മയും എല്ലാവരും അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിലും ഇവിടെ ഇരട്ടത്താപ്പാണല്ലോ എന്നൊക്കെ ജലജ പറയുന്നുണ്ടായിരുന്നു. ഇനി ഈ വീഡിയോ കണ്ട സ്ഥിതിക്ക് അച്ഛനെ എന്തെങ്കിലും നടപടി എടുക്കുമെന്നൊക്കെ നമുക്ക് അറിയാമെന്ന് പറയാം, അല്ലെങ്കിലും പണ്ടത്തെ അനന്തമൂർത്തിയൊന്നല്ല ഇപ്പോൾ ഉള്ളത്, അതിൻ്റെ അനന്തമൂർത്തിയുടെ നിഴലേ ഇപ്പോൾ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ആദർശം പറഞ്ഞ് നടന്നിരുന്ന അനന്തമൂർത്തി ഒന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇതിൻ്റെ പേരിലൊരു നടപടി ഉണ്ടാവുമോ എന്ന് നോക്കാം എന്നൊക്കെയാണ് ജലജ പറയുന്നത്.
നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആദർശ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഇപ്പോഴും ഇങ്ങനെ കൊച്ചുമകൻ്റെ കൂടെ തന്നെയാണല്ലോ മുത്തശ്ശൻ ഇങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ കല്യാണം കഴിഞ്ഞ ഏതൊരു പെൺകുട്ടിയും സഹിക്കുമൊന്നുമില്ല മറ്റൊരുത്തിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. നീയാണെങ്കിൽ സഹിക്കുമായിരുന്നോ എന്നൊക്കെ അബി നവ്യനോട് ചോദിക്കുമ്പോൾ ഞാൻ സഹിക്കില്ല എന്ന് മാത്രമല്ല എന്നെപ്പോലെ ഉള്ള പെൺകുട്ടികളൊന്നും അത് സഹിക്കില്ല, അങ്ങനെ നീ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നിങ്ങനെ നവ്യ അബിനോട് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അബിക്ക് ആകെ ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.